അപ്പോൾ വീണ്ടും ഒരു മലക്കപ്പാറ യാത്രയിലേക്ക് സ്വാഗതം. ഇന്ന് കൂടെ നമ്മുടെ അച്ഛനും കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ ചെറിയൊരു ഫാമിലി ട്രിപ്പാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അത് നമ്മൾ ശരിക്കും വൈകിട്ട് മലക്കപ്പാറ എത്തിയിട്ട് തിരിച്ച് ഒരു 5:45 അവിടെ നിന്ന് ഇറങ്ങി രാത്രി യാത്രയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് നമുക്ക് ഈ പ്രാവശ്യം വന്യമൃഗങ്ങളെ കാണാൻ സാധിച്ചു. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ഫസ്റ്റ് സൈറ്റിംഗ് ആണ് ഇതിപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സൈറ്റിംഗ്. ഇത് നമ്മുടെ ആനക്കയം കഴിഞ്ഞ് ഇല്ലിക്കാട് ഉണ്ടല്ലോ, ആ ഇല്ലിക്കാട് കഴിഞ്ഞുള്ള വരുന്ന ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പുഴ ഭാഗത്താണ് നമ്മൾ കാണാൻ സാധിച്ചത്. നമുക്ക് കാട്ടുപോത്തിനെ കാണാൻ പറ്റി, പക്ഷെ അത് അങ്ങോട്ട് ഉള്ളിലേക്ക് കയറിപ്പോയി. പിന്നെയാണ് ആനക്കുട്ടികളെ കാണാൻ സാധിച്ചത്. ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് എന്തായാലും ഒരുപാട് ആനകൾ അല്ലെങ്കിൽ ഒരുപാട് വന്യമൃഗങ്ങൾ ഇവിടെ നിന്ന് വെള്ളം കുടിക്കുന്നത് കാണാം. എന്തായാലും ഫസ്റ്റ് സൈറ്റിൽ നിന്ന് തന്നെ നമുക്ക് ആനയെ കിട്ടിയതുകൊണ്ട് ഭയങ്കര സന്തോഷമായി. ഇത് കുറച്ച് ലോങ് ആണ് കേട്ടോ, നല്ല ലോങ് ആണ്. പറ്റുന്നോളം നമ്മൾ സൂം ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ ഒരു കാട് യാത്ര അല്ലെങ്കിൽ മലക്കപ്പാറ രാത്രി യാത്ര നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. കാരണം നമുക്ക് മൃഗങ്ങളെ ഇനി കാണാൻ സാധിച്ചില്ലെങ്കിലും ആ ഒരു ഉൾക്കാട്ടിലൂടെ നമ്മൾ രാത്രി യാത്ര ചെയ്യുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. അത് ഭയങ്കര അഡ്വഞ്ചർ മോഡാണ്. അത് നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക കേട്ടോ. അപ്പം നമുക്കിനി നേരെ ഇനി കാടിൻ്റെ ആ ഒരു വന്യതയും ആ ഒരു ശബ്ദവും നമുക്കൊന്ന് കേൾക്കാം. നമ്മൾ നിൽക്കുന്നത് മലക്കപ്പാറയിലാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഫാമിലി വന്നിരിക്കുകയാണ്, ചെറിയ ട്രിപ്പ്. അതെ. അപ്പോൾ ഇനി നമ്മൾ തിരിച്ചൊരു 5 മണിയാകുമ്പോൾ തിരിച്ചു പോകും. അപ്പോൾ ഇനി രാത്രി കാഴ്ചകൾ കാണാം. മലക്കപ്പാറയിൽ ഈ പച്ചപ്പുണ്ടെങ്കിലും ചൂടിനൊരു കുറവില്ല കേട്ടോ. ഇപ്പോഴും നല്ല ചൂട് തന്നെയാണ്. നമ്മൾ വെന്തുരുകിയിരുന്നു. കുറച്ചൊരു കാറ്റ് കിട്ടിയപ്പോഴാണ് ഒരു ആശ്വാസമായത്. അപ്പോൾ ഇനി നമുക്കിനി നേരെ രാത്രി കാഴ്ചകളായിട്ട് വരാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ട്രൈ ചെയ്യുക. ഓക്കെ, നമുക്ക് നേരെ രാത്രി കാഴ്ച പോകാം. പിന്നെ നമ്മുടെ മുമ്പത്തെ മലക്കപ്പാറ യാത്രയുടെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതായത് ഞാൻ ലിങ്ക് കൊടുക്കാം. ഈ മുകളിൽ അതിൻ്റെ ഇത് നോട്ടിഫിക്കേഷൻ കൊടുക്കാം. പക്ഷെ മുമ്പത്തെ മാതിരിയല്ല, ഈ പ്രശ്നത്തിൽ നല്ല അടിപൊളിയായിരുന്നു. നമുക്ക് ഒരുപാട് ആസ്വദിക്കാൻ പറ്റി ഈ ഒരു യാത്ര. കാരണം വെച്ചാൽ ഒരുപാട് ആനകളെയും പാമ്പുകളെയും കാട്ടുപോത്തിനെയും നമുക്ക് നല്ലൊരെണ്ണം കാണാൻ പറ്റി. അപ്പോൾ നല്ലൊരു എന്താ പറയുക ഹാപ്പി മൂഡായിരുന്നു ഈ ഒരു മലക്കപ്പാറ യാത്ര ഈ പ്രാവശ്യത്തെ. കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് പേടിപ്പെടുത്തലാണെങ്കിലും ഈ പ്രാവശ്യം നല്ല രീതിയിൽ നമ്മളെ ഹാപ്പിയാക്കി തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ട്രൈ ചെയ്യുക. നമ്മൾ ഓരോ ദിവസം വരുന്നതോടാണ് നമുക്ക് ഓരോരോ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാക്സിമം ട്രൈ ചെയ്യുക. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു ഫസ്റ്റ് ഒരു ആദ്യമായിട്ടാണ് ഒരു രാത്രിയിൽ നമുക്കൊരു പാമ്പുകളെ കാണാൻ പറ്റിയത്. അപ്പോൾ നമ്മൾ പോണ വഴിയിൽ ചെക്ക് പോസ്റ്റ് എത്തിയപ്പോൾ നമുക്ക് പാമ്പിനെ കാണാൻ സാധിച്ചു. ചേരാൻ തോന്നുന്നു. അപ്പോൾ എന്നെ കണ്ടു. അപ്പോൾ ആശനാണെങ്കിൽ ഒരുപാട് നേരം നിന്ന് നമ്മൾ പോസ്റ്റ് അടിച്ചു. പിന്നെ കുറച്ച് നേരം നമ്മളൊന്ന് വണ്ടി ഒന്ന് മൂവ് ചെയ്തപ്പോഴാണ് പയ്യെ അഴിഞ്ഞു പോയത്. അപ്പോൾ അതൊക്കെ ലാസ്റ്റ് വരുന്നുണ്ട്, ഒന്ന് കാണാൻ ശ്രമിക്കാം കേട്ടോ. ഓക്കെ. അപ്പോൾ എന്തായാലും മാക്സിമം ട്രൈ ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.